നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 11 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്ന ദിവസമാണിത്. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാൻ സാഹചര്യം ഒരുങ്ങും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കും. തൊഴിൽ വിജയത്തോടൊപ്പം ദാമ്പത്യ ഐക്യവും ധനനേട്ടവും ഇന്ന് കൈവരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ ഇടയുള്ളതിനാൽ ക്ഷമയോടെ മുന്നോട്ട് പോകുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കൃഷിയിലോ മൃഗസംരക്ഷണത്തിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ സംഭവിക്കാതെ ജാഗ്രത വേണം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കോ തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾക്കോ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കാര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നത് മറ്റുള്ളവരിൽ ബഹുമാനം വർദ്ധിപ്പിക്കും. പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും സ്വന്തമാക്കാൻ അവസരമുണ്ടാകും. തൊഴിൽ വിജയത്തോടൊപ്പം സാമ്പത്തികമായ ഉന്നതിയും ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും നിറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ ലഭിക്കും. പുതിയ അലങ്കാര വസ്തുക്കൾ വാങ്ങാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും സാധിക്കുന്ന അനുകൂല ദിവസമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുക. അല്ലാത്തപക്ഷം മാനഹാനിയോ ധനനഷ്ടമോ സംഭവിക്കാം. അനാവശ്യ ബന്ധങ്ങൾ കുടുംബജീവിതത്തെ ബാധിക്കാതെ നോക്കണം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി ജോലിസ്ഥലത്ത് സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണനഷ്ടത്തിന് സാധ്യതയുണ്ട്. മനഃശാന്തി കുറയാൻ ഇടയുള്ളതിനാൽ ശാന്തത പാലിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കലാസാഹിത്യം സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തിയും അംഗീകാരങ്ങളും തേടിയെത്തുന്ന ശുഭദിനമാണിത്. ദൂരദേശ യാത്രകൾക്ക് അവസരമുണ്ടാകുകയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ശമനം ലഭിക്കുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബ ബന്ധങ്ങളിലെ മുൻപത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പുതിയ തൊഴിൽ കരാറുകളിലോ ബിസിനസ് ഉടമ്പടികളിലോ ഒപ്പുവയ്ക്കാൻ അനുകൂലമായ സമയമാണിത്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഗുണകരമായി മാറും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദീർഘനാളായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായ ലാഭത്തിന് യോഗമുണ്ട്. മനസ്സിൽ സന്തോഷവും സമാധാനവും നിറയുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തെറ്റായ കൂട്ടുകെട്ടുകൾ വഴി ദുഷ്പേരിൽ കേൾക്കാൻ ഇടയുള്ളതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഇന്ന് പ്രത്യേക കരുതൽ എടുക്കേണ്ടതുണ്ട്. ഓരോ നീക്കത്തിലും ജാഗ്രത പുലർത്തുന്നത് നന്ന്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.